വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ പര്യടനം കൊല്ലം ജില്ലയിൽ പൂർത്തിയായി. 46 ദിവസം കൊണ്ട് ഗ്രാമനഗര പ്രദേശങ്ങളിലെ 91 വേദികളിൽ ജനസമ്പർക്ക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ച് അർഹതയുള്ള ആയിരങ്ങളെ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളാക്കിയായിരുന്നു പര്യടനം. ഇന്നലെ ചിന്നക്കട മെയിൻ റോഡിലെ ഇന്ത്യൻ ബാങ്ക് ടവറിൽ സംഘടിപ്പിച്ച അവസാന പരിപാടിയിലും നിരവധി പേർ പങ്കെടുത്തു. ഇന്ത്യൻ ബാങ്ക് തിരുവനന്തപുരം സോണൽ മാനേജർ സാം സമ്പത്ത് യൂജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കൌൺസിലർ ശൈലജ ബി ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരും വികസിത് ഭാരത് സങ്കല്പ് പ്രതിജ്ഞയെടുത്തു. PM ഉജ്ജ്വല യോജന പ്രകാരം 5 വീട്ടമ്മമാർക്ക് സൗജന്യ പാചകവാതക കണക്ഷൻ നൽകി. 12ഓളം ബാങ്കുകളെ ഞങ്ങളുടെ സ്നേഹാദരം കൊടുക്കുന്നതിലേക്കായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. അപ്പോൾ അതിൽ ആദ്യമുള്ളതെന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ലീഡ് ബാങ്ക് ആയിട്ടുള്ളത്. അപ്പോൾ ലീഡ് ബാങ്കിൻ്റെ ഏകദേശം 15ഓളം ബ്രാഞ്ചുകളാണ് ഈ പറയുന്ന 91 പ്രോഗ്രാമുകൾ ഇന്ത്യൻ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ ബാങ്കിൻ്റെ പ്രതിനിധികളെ നമ്മുടെ സ്നേഹസമ്മാനം ഏറ്റുവാങ്ങുന്നതിലേക്കായിട്ട് ക്ഷണിക്കുന്നു. അത് കൊടുക്കുന്നതിലേക്കായി SLBCയുടെ കൺവീനറും കാനറ ബാങ്കിന്റെ റീജിയണൽ മാനേജറുമായിട്ടുള്ള കൃഷ്ണകുമാർ സാറിനെ ക്ഷണിക്കുന്നു. നമ്മൾ ഏറ്റവും വരുമാനം കുറഞ്ഞ കാർഡാണെങ്കിൽ BPL കാർഡ് ഉടമ, അപ്പം ആ സീല് PMY എന്നും പറഞ്ഞാണ് ആ സീലിനകത്ത് പോകുന്ന ആ ഒരാളാണ്. നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ഈ റേഷൻ കാർഡ് കൊടുക്കുമ്പോൾ നമുക്ക് ആ കാർഡ് തരും. അത് ഏറ്റവും കൂടുതൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ്. പക്ഷേ ഇവിടുത്തെ